ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിവായോ. നമ്മുടെ വോയിസ് വ്ലോഗ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ അടുക്കള ഒതുക്കി സിംഗിൾ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ വീട്ടിലെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, എന്താ വെറുതെ ഇരിക്കുകയല്ലേ വീട്ടിൽ, എന്ത് പണിയാന്ന് ചോദിക്കും കേട്ടോ. ഡാഡി വന്നിട്ടാണെങ്കിലും ചോദിക്കും, നീ വെറുതെ ഇരിക്കുകയല്ലേ. ഈ കാണുന്നവർക്ക് എല്ലാവർക്കും വെറുതെ ഇരിക്കുകയല്ലേ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടും ഈ ഡേ ഇൻ മൈ ലൈഫ് സമർപ്പിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ജോലിക്ക് പോകാമെന്നാണെന്നാണെങ്കിൽ നമുക്ക് ആ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ പണിയെടുത്താൽ മതി. ഇത് 24 hours പണിയാണല്ലോ. പക്ഷേ ഹാറ്റ്സ് ഓഫ് ചെയ്യണം കേട്ടോ. ഈ ജോലിക്കും പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിള്ളേരൊക്കെ ഉണ്ടെന്നുള്ള വുമൻസിനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എന്തിനാണ് അവർക്ക് ക്രെഡിറ്റ് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണേ. എനിക്ക് ഏറ്റവും വലിയ ബേർഡനായിട്ട് തോന്നുന്നൊരു കാര്യം, വീട്ടിൽ എത്ര പാത്രം കഴിയാലും തീരത്തില്ലാന്നേ. കാരണം ഒരു പാത്രം എന്നാൽ 4, 3, 7 പാത്രം എനിക്കുള്ളൂ. പക്ഷെ അത് കഴുകുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബേർഡൻ. ഇത് ഇഷ്ടമാണ്, കഴുകി തീർത്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു സാറ്റിസ്ഫിക്കേഷൻ വേറെ ഇല്ല കേട്ടോ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ കൊണ്ടുവന്ന് പാത്രം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടന്മാർ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഇരട്ടിപ്പണി ആക്കും. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അല്ല കേട്ടോ, ഡാവിക്കുട്ടൻ ചേറിലൊക്കെ ആക്കി മൊത്തത്തിൽ കറയായി കേട്ടോ. അപ്പോൾ അത് ഞാനതിങ്ങനെ കഴുകി വൃത്തിയാക്കുന്നതാണ്. നിങ്ങൾ കാണാൻ വെള്ളമൊക്കെ കമത്തിയിട്ടുണ്ടാവും. ഒരു സൈഡിൽ നിന്ന് ഒരു പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത സൈഡിൽ നിന്ന് ഒരു പണികൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. എല്ലാ വീട്ടുകളിലും എല്ലാ പിള്ളേരും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവനെ പിണങ്ങിയിട്ട് എന്താടായി കാണിച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന് കൂട്ട് നിൽക്കുന്നതാണേ കണ്ടത്. ഇനി ഇതൊക്കെ പിറക്കി വെയിലത്തോട്ട് വെക്കണം. അപ്പോൾ ഡാവിക്കുട്ടൻ വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാനത് പിറക്കി സീറ്റിൻ്റെ മണ്ടയിലാക്കി ഡാവിക്കുട്ടനെ കഴിച്ചു. ഡാവിക്കുട്ടൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കുളിപ്പിച്ചത്. കാരണം അല്ലെന്നാണെങ്കിൽ മേത്തൊക്കെ ആക്കും. പിന്നെ അയാളെ പാമ്പർ ചെയ്യലും പുന്നാരിക്കലും ഇത്തിരി വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡാവിക്കുട്ടിനെ റെഡിയാക്കി. അപ്പോൾ അവന് കണ്ണാടി വെക്കണം കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സുന്ദരനാവാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അവനെ റെഡിയാക്കാൻ വേണ്ടി പൗഡറും രാസ്നാദിയും അങ്ങനെ സാധനങ്ങളും എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണേ. ഒരാൾക്കെടുത്ത് പഠിക്കടാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയപ്പോഴേക്കും അയാൾ പോയി ഡ്രോയിങ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പഠിക്കാനുള്ള ഒരു എസ്കേപ്പിസമായിട്ടാണ് ഡ്രോയിങ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ കുളിച്ച് ചുന്ദരനാക്കി പൗഡറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പം ചേട്ടായിനോട് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടായി ഞാൻ വരുന്നമ്മേന്ന് പറഞ്ഞ് ബുക്കൊക്കെ എടുത്ത് ഒതുക്കി വെക്കുന്നതാണ്. ഡ്രോയിങ് ആയിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ പാത്രം കഴുകാൻ കയറിയിട്ടുണ്ട്. ഇത് ഓരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പകുതിക്കാക്കിയിട്ട് പിന്നെ അടുത്ത പണിക്ക് പോകും. പിന്നെ വന്ന് നിന്നിട്ട് ഓർത്തിട്ട് ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ബാക്കി ബാലൻസ് ഉള്ള പാത്രങ്ങളും കൂടി കഴുകി എടുത്ത് പറക്കി ഇപ്പുറത്താണ് കേട്ടോ സ്റ്റാൻഡ് ഇരിക്കുന്നത്. അത് കാരണം നിങ്ങൾ ഓർക്കും ഞാൻ പാത്രം എന്ത് സ്പീഡിന് ആ റോബോട്ടിനെ പോലെ എന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ലാഗ് അടിച്ച് ചാകും. കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ നോർമൽ ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇട്ടേച്ച് പോകും, അമ്മാതിരിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ആളെയും കൂടി കുളിപ്പിച്ചു. അപ്പോൾ ആൾ ഡ്രസ്സില്ല, ഞാൻ അമ്മ എന്നെ വീഡിയോക്കകത്ത് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഒരു പുന്നാരം എപ്പോഴും ഉള്ളതാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ഡാവിക്കുട്ടനെ റെഡിയാക്കി കഴിഞ്ഞ് ഇങ്ങനെ പാമ്പർ ചെയ്യുമ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവനെ ഞാനിതിപ്പോൾ ഇങ്ങനെ ഓർമ്മയോടുകൂടി ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അയാൾക്കൊരു ഇത് തോന്നരുതല്ലെന്ന് ഓർത്ത്. അപ്പോൾ അയാൾ റൊണാൾഡോയുടെ തന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു തോറ്റ കളിക്കാരുടെ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് റൊണാൾഡോയുടെ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടന്മാരത് ഈ പുറത്തേക്ക് സൈക്കിൾ ഇട്ടാൻ പോയിട്ടുണ്ട്. ആ നേരത്തിന് ഞാൻ വാതിക്കെ, നമുക്ക് മെയിൻ ഒരു ഇതാണ് കേട്ടോ, വാതിക്കയിലാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്ത് വെയിൽ വരുമ്പോൾ എനിക്ക് സമാധാനമാണ്. ഈ സാധനങ്ങളെല്ലാം പെറുക്കി ആ ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് എടുത്ത് പായ വിരിച്ചിട്ട് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാതിക്കയിൽ നിന്ന് മാറുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറം മാറി അപ്പുറം മാറി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. റേഡിയോയ്ക്ക് റേഞ്ച് പിടിക്കുന്നതാണ് കേട്ടോ. ഈ സിഗ്നൽ പിടിക്കുമ്പോൾ ഇങ്ങനെ സിഗ്നൽ എവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് പാട്ട് വെച്ചിട്ട് എനിക്ക് അടുത്ത പണി ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ FM വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പൊതുവേ. അങ്ങനെ നമ്മൾ വന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റേഞ്ച് പിടിക്കുന്നുണ്ടോ, സിഗ്നൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ. ഇതൊന്ന് ശാശ്വതമായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞ് പാട്ട് കേട്ട് കഴിയുമ്പോൾ എനിക്കത് രണ്ടും തുള്ളക്കം തുള്ളി ബാക്കി പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. നിൽപ്പ് നിൽക്കുന്നുണ്ട്, പിന്നെ റേഞ്ച് പിടിക്കും, പിന്നെയും വെക്കും, പിന്നെ റേഞ്ച് പിടിക്കും. അങ്ങനെ അവിടെ സൈഡിൽ വെച്ച് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കി തുണിയും കൂടി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നീക്കി അങ്ങോട്ട് വെച്ചിട്ട് വെയിലത്തോട്ട് വെച്ചിട്ട് ബാക്കിയും കൂടി വിരിക്കാൻ പോകുന്നതാണ്. നേരത്തെ കഴുകി വെച്ച് കസേരയാണ് കേട്ടോ അതിൻ്റെ പൊക്കത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെയിൽ കൊള്ളിച്ചാലേ ഉണങ്ങി കിട്ടണമല്ലോ. വെയിലുള്ളപ്പോഴല്ലേ, ഇതൊരു 10 മിനിറ്റത്തേക്കുള്ള വെയിലാണ്. ബാക്കി നമ്മളിത് അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ തുണിയെല്ലാം പിറക്കി ഈ വാഷിംഗ് മെഷീനിലോട്ട് ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം അലക്കി ഇതൊക്കെ എടുത്ത് വെച്ചതെല്ലാം കസേര ഇരിപ്പുണ്ട്, അത് വിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടൻ്റെ ബാഗൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കഴുകിയതാണ്. അത് 2-3 ദിവസം എടുത്തു കേട്ടോ ഉണങ്ങി കിട്ടാൻ. മഴയായതുകൊണ്ട് അങ്ങ് ശരിക്കും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി പിറക്കി വെക്കണം. പക്ഷേ നമ്മുടെ ലഞ്ച് ബോക്സ് കഴുകിയില്ലായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ വെയിലത്ത് വെച്ചായിരുന്നു. അതിപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടിക്കകത്ത് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് ഇതേ നല്ല വെയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ആ വെയിൽ പോകും കേട്ടോ. ഒന്നും മങ്ങുമ്പോഴേക്കും ഞാനൊന്ന് പേടിക്കും. കാരണം ഈ തുണിയെല്ലാം കൂടി പടയെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പെറുക്കിയെടുത്ത് വെക്കുന്നത് ടാസ്ക് ആണല്ലോ. അങ്ങനെ ദേ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചകത്തോട്ട് കയറി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മെയിൻലി ഈ റേഡിയോക്കകത്ത് ഇടയ്ക്ക് റേഞ്ച് പോകും കേട്ടോ. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളിലും പണിയെടുക്കുന്നത് ഒന്നെങ്കിൽ FM സൗണ്ട് വെക്കും, അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ വെക്കും. ഇതിപ്പോൾ റേഡിയോ കിട്ടിയത് കാരണം റേഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ ന്യൂസും അങ്ങനെ കറണ്ട് അഫയേഴ്സൊക്കെ കുറച്ച് അറിയാമെന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. എവിടെ ചില നേരങ്ങളിലൊന്നും റേഞ്ച് പിടിക്കാത്ത കാരണം കേൾക്കത്തില്ല കേട്ടോ. ദേ അടുത്ത് വന്ന് അവൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് കഴുകി വെച്ചേക്കുന്നതായിരുന്നു. ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമ്മൾ വെയിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഒരു 10-15 മിനിറ്റ് വെയിലത്തേക്ക് വെക്കുന്നത് നല്ലതായിരിക്കുന്നു. എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നു. അത് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നി ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയിട്ട് പിന്നെ ഇവിടെ കുട്ടന്മാർ താഴെയായിരുന്നു കേട്ടോ. അവർ സൈക്കിളോട്ടിലും കാര്യങ്ങളും ബഹളമൊക്കെയാണ്. അപ്പോൾ അവന്മാരുണ്ടെന്നാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കലോ പണിയെടുക്കലോ ഒന്നും നടക്കത്തില്ല. എല്ലാം അങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടിട്ട് ഒന്നെങ്കിൽ അവന്മാരെ ഉറക്കുക, ഒരാളെ പഠിക്കാനിരുത്തുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു പകുതിയും മുക്കാലും പാത്രം കഴുകലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. എന്നിലും മുമ്പായിട്ട് നിൽക്കുന്നത് എനിക്ക് മടിയാണ് കേട്ടോ. കാരണം അത് കാരണമാണ് മിക്ക ദിവസങ്ങളും ഡേ ഇൻ മൈ ലൈഫ് എടുക്കും പകുതിക്കിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ഇടും. അങ്ങനെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പണി ചെയ്ത് വരുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഓട്ടം ആകുമ്പോൾ നമുക്കിങ്ങനെ അത് റെഗുലർലി ഇടാൻ പറ്റില്ല. പിന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 4 എന്നും പറഞ്ഞ് അങ്ങോട്ട് നീളും എൻ്റെ വീഡിയോസ്. അത് കാരണമാണ് കേട്ടോ. എനിക്കിപ്പം ഉള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ടയേർഡാകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ പാത്രം കഴുകി സിങ്ക് ഒതുക്കി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതും കൂടി കയ്യോടെ അവന്മാർ വരുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മീൻ ഞാൻ സ്രാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുട്ടന്മാർക്ക് സ്രാവ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നിങ്ങളെ കാണിച്ചതിപ്പോൾ. അപ്പോൾ അത് അമ്മ പറഞ്ഞ് മുരിങ്ങയിലേക്ക് ഇട്ടെങ്ങാനും വെക്കാം. പക്ഷെ മുരിങ്ങയില മഴ ആയതുകൊണ്ട് മുരിങ്ങയില പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെറുതെ തോരൻ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇതെൻ്റെ പപ്പടം കുത്തിയാണ്. ഞാനിപ്പോൾ അത് സിങ്കിൽ ഇടയ്ക്ക് ബ്ലോക്ക് ആകുമ്പോൾ അങ്ങനെ ആ കുത്തി വെച്ചിട്ടാണ്. അതൊക്കെ ഞാൻ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത്. എന്നിട്ട് നമ്മൾ പാത്രം കഴുകി ഒതുക്കിയിട്ട് സിങ്ക് ഒന്ന് വെറുതെ കഴുകുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം മീൻ വെട്ടാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ സിങ്ക് കഴുകുകയാണ്. എൻ്റെ ഓരോരോ കാര്യങ്ങളെ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ കാണുന്നത് കൊണ്ട് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ തടത്തുണിക്ക് നമ്മുടെ കുട്ടൻ്റെ ചെറിയ ഉടുപ്പൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് തടത്തുണിയൊക്കെ ഇട്ടിട്ടേക്കുന്നത്. പിന്നെ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതുണ്ടായിരുന്നു, കിറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കാണ്. വീട്ടിലെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്നിട്ട് അമ്മ അച്ചാറിട്ട് ഓണമൊക്കെ അല്ലേ വരുന്നത്, അച്ചാറൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം മാങ്ങയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കഴുകി അരിഞ്ഞെടുത്ത് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ പരിപാടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യോടെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മീൻ വെട്ടാനൊക്കെ നിൽക്കണം കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും 1-2 മണിക്കൂറത്തെ കാര്യങ്ങളാണ്. അത് ഞാനിങ്ങനെ സ്പീഡിട്ട് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് 25 മിനിറ്റിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ഒത്തിരി സമയം എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടാണ്. പക്ഷെ നമുക്ക് ആ ടൈമിങ് ഇതിപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ദിവസമായിട്ട് സമയമൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പൊടിയും കാര്യങ്ങളും മാവിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചു. രാത്രിയായിട്ട് എപ്പോഴും ചെയ്യില്ല കേട്ടോ. ഞാൻ വീക്ക്ലി വൺസിൽ മാത്രമേ ഗ്യാസിൽ കൈതൊടുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുട്ടന്മാർ വരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയങ്ങളൊക്കെ ഞാൻ സ്കിപ്പാക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും സ്കിപ്പിംഗ് ആണ്. ഇന്നിപ്പോൾ വിശന്നത് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഫോണുണ്ടായിരുന്നു, അത് ഞാൻ ചാർജിന് കുത്തിയിടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് വിശന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ ചൂടോടെ എന്തെങ്കിലും കുടിച്ചാലേ, അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടും ചായ തീർന്നില്ല. എന്നിട്ട് പിന്നെയും പോയി റേഡിയോക്കകത്ത് പണിയുന്നതാണ്. റേഡിയോക്കകത്ത് ഒന്നെങ്കിൽ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ സോങ് ആയിരിക്കും. അത് മാറ്റിയിട്ട് പിന്നെയും വന്ന് ഇരുന്ന് പാട്ട് കേൾക്കും. ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടന്മാരെ ഞാൻ വിളിക്കാൻ പോവും. 2-3 പ്രാവശ്യം കുട്ടന്മാരെ താഴത്തേക്ക് വിളിക്കാം. തുണി ഉണക്കുന്നത് നോക്കും, അല്ലെങ്കിൽ എന്നാലും മഴയെങ്ങാനും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നാലെന്ന് ഓർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തുണിയും നോക്കി തിരിച്ച് വരുമ്പോൾ ഞാൻ കുട്ടന്മാരെ വിളിക്കാൻ ഇറങ്ങി അവന്മാരെ വിളിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. അവിടെയൊക്കെ കാണിക്കാൻ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. അവിടെ അടിക്കാതെയൊക്കെ ഇട്ടേട്ട് ഭയങ്കര വൃത്തിയാണ്. നമ്മുടെ സൈഡല്ല കേട്ടോ. അപ്പോൾ അത് കാരണം അതാണ് ഞാൻ അവിടെ കാണിക്കാതെ കുട്ടന്മാരെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ
ഏതെങ്കിലും ഉണ്ട് കേട്ടോ, 3 എണ്ണവും കൂടി കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവന്മാരവിടെ നിന്ന് കളിച്ചോളും. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു കേട്ടോ, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്, ക്ലീനിങ് വ്ളോഗൊക്കെ നടക്കും ദൈവത്തിനറിയാം. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇടയ്ക്ക് തന്നെയൊക്കെ വന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കും കേട്ടോ. അവൻ അങ്ങനെ ഓൾമോസ്റ്റ് ഈ ബോട്ടിൽ വെള്ളം നിറച്ച് വയ്ക്കുക, ടിഫിൻ ബാഗ് കൊണ്ടുവന്ന് വെക്കുക, അവൻ്റെ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. പക്ഷേ ഈ ഇന്നർ ഇടുക, നമ്മൾ ഈ ആദ്യത്തെ കുട്ടികളെ പാമ്പർ ചെയ്ത് വളർത്തിയതിൻ്റെ ചില ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആൾ സ്മാർട്ടായിട്ട് ചെയ്യും. ഒത്തിരി നേരമായി നമ്മുടെ ഡാവിക്കുട്ടൻ രാവിലെ ഒരു കുഞ്ഞ് ദോശയുടെ പകുതി പോലും കഴിച്ചില്ല. അപ്പോൾ ഞാൻ അവന് പാലെടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അവൻ സൈക്കിളൊക്കെ താഴെ ചവിട്ടാൻ പോയിട്ട് ക്ഷീണിച്ച് വന്നതല്ലേ. അപ്പോൾ മറ്റേ 2 കുട്ടന്മാരും വെള്ളം കുടിച്ചു. അപ്പം നമ്മുടെ ഡാവിക്കുട്ടിന് പാലെടുത്ത് കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ടേബിളിൽ അച്ചറ കുച്ചറ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിറക്കി മാറ്റിയതാണ്. ഞാൻ മറ്റേ കാര്യം പറയുന്ന കൂട്ടത്തിൽ വീടിക്കകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ലാഗായി കേട്ടോ. അപ്പോൾ അവിടെ ചീപ്പും അതും ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഡാവിക്കുട്ടൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊക്കെ എടുത്ത് കൊണ്ടുപോയി ഒതുക്കി വെച്ചിട്ട് ഒന്ന് തുടച്ചു ക്ലീനാക്കി, പിന്നെ രണ്ടാമത് ഒന്നും കൂടി തുടയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റത്തേക്കേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് അടുത്തടുത്ത സാധനങ്ങളൊക്കെ വരും. അപ്പോൾ കുട്ടന്മാർ നല്ല കളിയാണ്. അപ്പോൾ അതേ ഞാൻ മീൻ ഇനി വെട്ടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് തുണി കണ്ടോ, ഒരു അരികത്ത് ഇച്ചിരി തുണി ഇരിപ്പുണ്ട്, അതും കൂടി മടക്കണം. ഇപ്പോൾ ഈ റൂമൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് കുട്ടന്മാരുടെ അനക്കം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഒതുക്കത്തിയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് TV ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ റേഡിയോ എടുത്ത് കുട്ടന്മാരുടെ കൈ തെറ്റാതെ എടുത്ത് മാറ്റി വെക്കുകയാണേ. അല്ലെന്നാണെങ്കിൽ അവന്മാരെങ്ങാനും എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പാട്ട് കേൾക്കൽ കണക്കാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന്മാർക്ക് TV ഇട്ട് കൊടുത്തിട്ട് ഞാൻ വന്നൊന്ന് മീൻ വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കും കേട്ടോ, അവന്മാർ എന്തെടുക്കുകയാണ്. പിന്നെ ജോക്കുട്ടൻ ചേട്ടായി നോക്കിക്കോളും രണ്ടുപേരെയും. ഡാവിക്കുട്ടൻ ഇങ്ങനെ ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അയിലയും സ്രാവ് നമ്മൾ ക്ലീൻ ആക്കണ്ട, അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ചട്ടിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. അപ്പോൾ അതിൻ്റെ തൊലി മാത്രം ഒഴിച്ചിട്ട് നമുക്ക് മാംസം മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അയില ആയതുകൊണ്ട് വലിയ വെട്ടാനൊന്നും പാടില്ല. ഞാൻ കത്രയൊക്കെയാണ് കേട്ടോ മീൻ വേഗം വെട്ടിയെടുക്കും. അപ്പം അയില പിന്നെ അങ്ങനെ വെട്ടാനും വലുതായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചാളയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ മീനും കാര്യങ്ങളൊക്കെ കത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് വശം വരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൈയോടെ തന്നെ വെട്ടി അരപ്പ് തേച്ച് അങ്ങോട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഡാഡിയൊക്കെ എങ്ങാനും കഴിക്കുകയുള്ളൂ കേട്ടോ. വറുത്താലാണ് കൂടുതലും ഇവിടെ കുട്ടന്മാർ കഴിക്കുന്നത്. നമ്മളൊന്നെങ്കിൽ പച്ചക്കറി, മീൻകറി വെക്കുന്ന ദിവസം പച്ചക്കറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവിടെ ഇരിപ്പാവും കേട്ടോ. എനിക്ക് പക്ഷേ ഈ പച്ചക്കറി, മീൻകറി, മീൻ വറുത്തൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ വേസ്റ്റ് ആവും. ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്പറിൻ്റെ എണ്ണം കൂട്ടാൻ നല്ലത് കളയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലും പച്ചക്കറി ഉള്ള സമയത്ത് എന്തെങ്കിലും വറുത്തേ ഉണ്ടാവുള്ളൂ. മീൻകറി ഉള്ള സമയത്ത് നമ്മൾ പച്ചക്കറി അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും അവിടെ കഴുകി അങ്ങനെ തന്നെ ഒതുക്കുകയാണ് കേട്ടോ. മീൻ വെട്ടി സ്രാവ് കഴുകി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നതാണ് കേട്ടോ. അതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ തന്നെ ഉരിഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഉരിച്ചെടുത്ത മാംസം അങ്ങനെ വിട്ടുപോകും, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പങ്കം പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞു ക്ലീനാക്കി. സിങ്കൊക്കെ ഓൾമോസ്റ്റ് വൃത്തിയായി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സമാധാനമാണെന്നറിയോ. അപ്പോൾ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു, കഞ്ഞിക്കകത്ത് വെള്ളമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇന്ന് നമുക്കൊന്ന് വാക്വം ക്ലീനർ വെച്ചിട്ട് ഒന്ന് ഫ്രണ്ട് ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടാം, എല്ലാ കാര്യങ്ങളൊന്ന് ഒതുക്കിയിട്ട് ഒന്ന് തുടയ്ക്കാനൊക്കെ ഓർത്തതാണ്. പക്ഷേ കുട്ടന്മാർ നമ്മുടെ വാതിക്കി ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മീൻ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്, സ്രാവ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കഞ്ഞിയുമായിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ബീൻസ് എന്തോ ഞാൻ രാവിലെ കുട്ടന്മാർക്ക് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അതുണ്ട്. അപ്പം പ്രത്യേകിച്ച് തൈരൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പൊയ്ക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻകറി എപ്പോൾ പച്ചക്കറി ഉണ്ടാവില്ല, പച്ചക്കറി ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും വറുത്തത് മതി കേട്ടോ. അപ്പോൾ കുട്ടന്മാർ 3 എണ്ണവും ഇരുന്ന് TV കാണുകയും വണ്ടി എടുക്കലും കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ചേട്ടായി ഇടയ്ക്ക് വന്നെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങനെ കൊണ്ടുവയ്ക്കടാ, നിൻ്റെ ഷൂസൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യും കേട്ടോ ചേട്ടായി. ഞാൻ ഓൾമോസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഒരു 5-6 പ്രാവശ്യം കൂടുതൽ പറഞ്ഞാൽ ചേട്ടായി അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്തോ പറഞ്ഞ ഗ്യാസിൽ ഞാൻ സ്രാവ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുട്ട് അത് പോയി ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും കേട്ടോ. ആക്കൊക്കെ അത് ക്ലിയറായിട്ട് അറിയാം. പിന്നെ എന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഇമോഷണലി ബ്ലാക്ക്മെയിലിംഗ് അല്ല, കുട്ടന്മാരെ ഇപ്പോഴത്തെ കാലത്ത് പഠിപ്പിക്കണമല്ലോ. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാൻ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് തന്നെ ആവണം. മമ്മി നാളെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇല്ലയെന്നാണെങ്കിൽ ഒറ്റയ്ക്ക് അവനവൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിപ്പെൻസബിൾ ആകരുത് എന്നുള്ളൊരു തോട്ട് ഞാൻ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് കൊടുക്കുന്നുണ്ട്. ഡാവിക്കുട്ടൻ പിന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ഇപ്പോഴേ ഭയങ്കര വിജലംബമാണ്, ഭയങ്കരമായിട്ട് ചെയ്യും ആൾ. പിന്നെ എന്നാലും കുഞ്ഞുങ്ങളുടെ അമ്മമാർ ടോയ്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ഞാൻ അടിച്ചൊതുക്കി ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ക്ലീനിങ്ങിന് ഇത് ഞാനിപ്പോൾ പിറക്കി വെപ്പിച്ചാണ് കേട്ടോ അവന്മാരെ കൊണ്ടും.
കൊണ്ട് തട്ടിയിട്ടിട്ട് പിന്നെയും ഞാൻ പിറക്കി വെച്ച് പിന്നെയും നമ്മുടെ ഡാവിക്കുട്ടിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വ്ളോഗിൻ്റെ കാര്യം എന്തായി എന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഒന്ന് തട്ടി ഒന്ന് പെരയൊക്കെ ഒന്ന് തൂക്കുന്നതായിട്ടുള്ള വ്ളോഗ് കാര്യങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് പിറ്റത്തേക്ക് ദിവസങ്ങളിലേക്ക് വെക്കും. പിന്നെയും നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇതേ ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം വെയിൽ നോക്കുന്നുണ്ട്, പിന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് നമ്മുടെ അപ്പുറത്തെ കൊച്ചു വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെയും ഒന്ന് നോക്കി ജോക്കുട്ടിനോട് അവനെയും പോയി വിളിച്ചിട്ട് വാടാ, അവൻ കുറേ നേരമായി വിളിക്കുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് വാടാ, അവൻ കുറേ നേരമായി വാതിക്കെ നിൽക്കുന്നു എന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവൻ പോയിട്ട് അവനെയും വിളിച്ചിട്ട് വരുന്നതാണേ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിറക്കി ഒതുക്കി സെറ്റിയുടെ അടിയിൽ നിറച്ച് മിച്ചറും എന്തെങ്കിലും സാധനങ്ങൾ ഇവന്മാർ എടുക്കുന്നുണ്ടെന്നാണെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് സെറ്റിയുടെ അടിയിൽ വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഇന്ന് എന്തായാലും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ വെച്ചിട്ട് സ്റ്റാൻഡ് ഇപ്പോൾ പിറക്കി എടുത്തുകൊണ്ട് പോയതാണ് നിങ്ങൾ കണ്ടത്. ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂക്കുന്നേ ഉള്ളൂ കേട്ടോ. കുട്ടന്മാർ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് തുടക്കി എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടന്മാർ വീഴും കേട്ടോ. വണ്ടിയും വെച്ചൊക്കെ കളിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ തുടപ്പും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇത്രയും മിച്ചറാണ് എനിക്ക് അടിയിൽ നിന്ന് കിട്ടിയത്. മിച്ചർ കഴിച്ചിട്ട് അവിടെ ഒന്നെങ്കിൽ സെറ്റ് അടിയിലൊക്കെ വെച്ചേക്കും കേട്ടോ. ഇത് നച്ചുവാണേ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ജോക്കുട്ടൻ ചേട്ടായി പോയത് അപ്പുറത്തേക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ തൂത്തെടുത്തിട്ട് അപ്പം ഞാൻ ജോക്കുട്ടിനോട് പറഞ്ഞു കേട്ടോ, ടോയ്സൊക്കെ കൊണ്ടുപോയി ഒതുക്കി വെക്കും മോനെ എന്ന് പറഞ്ഞപ്പോൾ അവനത് ഒതുക്കി വെച്ചു. എനിക്ക് പിന്നെ അത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ, ഈ ഫ്രിഡ്ജിൻ്റെ പൊക്കത്ത് ഇങ്ങനത്തെ തിങ്സൊക്കെ വെക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തന്നെ എളുപ്പത്തിൽ കൊണ്ട് നോക്കും, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ തന്നെ അത് പിന്നെയും നിന്ന് ഒതുക്കി വെക്കുന്ന പരിപാടി എനിക്കുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ആയി കഞ്ഞിയും കാര്യങ്ങളായി നമ്മുടെ അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയപ്പോഴേക്കും ഞാൻ റൂമിലേക്ക് വന്ന് 2-3 തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇട്ടേക്ക് ഞാൻ ചില നേരങ്ങളിൽ ഇച്ചിരിയല്ലേ ഉള്ളൂ, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും കൂടി ഒരു മലയുണ്ടാവും മടക്കാൻ. അതിലും നല്ലത് ഇപ്പം അന്നെന്നുള്ളത് മടക്കും കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഒരു മലയോളം ഞാൻ മടക്കി തീർത്താണ് മടിഞ്ഞിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി, നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു ഈ കുന്തിരിക്കാൻ പോയിക്കുന്ന കണക്കത്തെ ഒരു സാധനം. അതിനകത്ത് നമ്മൾ ഊതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല മണമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല ഇതായിരിക്കും. ചീപ്പൊക്കെ അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് സെറ്റിയുടെ അടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ചീപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. കുട്ടന്മാരെ സ്റ്റെപ്പിറങ്ങി താഴത്തോട്ട് പോകുമ്പോൾ അമ്മമാരെ വിളിച്ച് കയറ്റണം, അല്ലെങ്കിൽ പണിയായിരിക്കും കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോൾ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുട്ടന്മാർ ഓരോ ആളുകൾ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഞാനും അമ്മമാരുടെ ഒരു ദിവസം ഞാനൊരു 10-15 പ്രാവശ്യത്തിൽ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങും കേട്ടോ. കുട്ടന്മാരിങ്ങനെ താഴത്തോട്ട് പോകുമ്പോൾ വിളിച്ച് കയറ്റും. എനിക്ക് പേടിയാണേ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ക്ലോറിനൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും തെന്നി വീഴി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെയും ജോക്കുട്ടൻ ചേട്ടായിനെ ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാ എണ്ണത്തിൻ്റെ കമ്പെടുത്തിട്ട് കയറടാന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. പേടിപ്പിച്ച് കയറ്റി. അപ്പോഴത്തേക്കും ജോക്കുട്ടൻ ചേട്ടായി എന്തോ ഓറഞ്ച് എടുത്ത് കൊടുത്തപ്പോൾ 2 പേർക്കും കൊടുത്തു കേട്ടോ. അവൻ കഴിച്ചില്ല, അവനൊരു സാധനം കഴിക്കില്ല കേട്ടോ. ഡാവിക്കുട്ടിന് ഇപ്പം കണ്ടോ കേട്ടോ, കഴിക്കത്തില്ല. അതെല്ലാം ഇങ്ങനെ കളിക്കാനുള്ള ശ്രമത്തിലാണ്. ഞെക്കി പിഴിഞ്ഞ് അവിടെ ഇടും കേട്ടോ. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഡാവിക്കുട്ടനും ഏതാനും കഴിക്കില്ല, അതെനിക്കറിയാം. പിന്നെ ജോക്കുട്ടൻ ചേട്ടായി അത് കഴിച്ചിട്ട് അവൻ കഴിക്കുമ്പോൾ ഇവന്മാർക്കും കൊടുക്കണമല്ലോ എന്നോർത്ത് കഴിക്കുന്നതാണ്. ഒരുത്തന് കൊടുത്തപ്പോൾ ഒരുത്തൻ ആ ടേബിളിൽ തന്നെ വെച്ചിട്ട് പോയി. വേറൊരുത്തൻ അത് കളിക്കാൻ കിട്ടിയ ആഗ്ലാത്തിൽ അത് അവിടെ പിച്ചിക്കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി എനിക്കത് പെറുക്കി കളയണം, എന്നിട്ടൊന്ന് തുടച്ചിടണം കേട്ടോ. അപ്പോൾ അവിടെ മാത്രം, അല്ലെങ്കിൽ ഒന്ന് കാലും മധുരമല്ലേ ഒട്ടും. അപ്പോൾ അത് കാരണം അത് മാത്രം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് തൂത്തെടുത്തിട്ട് അവിടെ മാത്രം ഒന്ന് തുടച്ചിടും കേട്ടോ. ഇന്ന് പരിപാടികളും കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നമ്മുടെ ക്ലീനിങ് വ്ളോഗും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നിറച്ച് ടി.വി സ്റ്റാൻഡ് നിറച്ച് പൊടിയായിരിക്കുകയാണ് കേട്ടോ, ഈ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഓരോ കാര്യങ്ങളിങ്ങനെ ഭംഗിക്കൊക്കെ ഓൺലൈനിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ ഈ പൊടിയുടെ കാര്യം ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാക്യൂം ക്ലീനർ വാങ്ങിച്ചത്. പക്ഷേ അത് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല കേട്ടോ. കറണ്ട് കാശ് പറക്കും. അല്ലെങ്കിൽ പോലും നമ്മൾ വീക്ക്ലി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാഹചര്യം കിട്ടത്തില്ല. ഇതേപോലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അവന്മാർ വീട്ടിൽ നിൽക്കുകയാണ്, അമ്മയുടെ അങ്ങ് കൊണ്ടേ ആക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ തുടച്ചിട്ടിട്ട് പുറത്തേക്ക് കൊണ്ടേ കളയുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ
ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോയിട്ട് വീഡിയോ അവിടെ വെച്ചിട്ട് ഞാൻ ബാക്കി പണികളൊക്കെ ഇപ്പുറത്ത് മാറിയെന്ന് ചെയ്യും കേട്ടോ. പിന്നെയാണ് ഓർക്കുന്നത് അയ്യോ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ഓർത്തിട്ടാണ് തിരിച്ച് ഓരോ കാര്യങ്ങളിൽ വെക്കുന്നത്. മിക്ക ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഓരോ പണികൾ എടുക്കുന്ന കൂട്ടത്തിൽ വീഡിയോയുടെ സ്റ്റാൻഡ് തിരിച്ച് നമ്മുടെ വ്യൂവിലേക്ക് വെക്കണം എന്നുള്ള രീതി ഞാൻ മറന്നു പോകും. എന്നിട്ട് വേറെ പണികളൊക്കെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുറേ പണികളും കാര്യങ്ങളും അപ്പുറത്ത് അടുക്കളയിൽ നിന്നാണെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഞാനവിടെ സെറ്റിയൊക്കെ എടുത്ത് നേരത്തെ ഒതുക്കി പൊടിയൊക്കെ തട്ടി അവിടെ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കുറച്ച് തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടന്മാർ 2-3 കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കും കരച്ചിലാണ്. നമ്മുടെ ഡാവിക്കുട്ടൻ അവന്മാരെന്തെങ്കിലും സാധനം ചേട്ടായി നമ്മുടെ ഏതന് കൊടുക്കും, ഡാവിക്കുട്ടൻ അത് അവൻ്റെ നിന്ന് വാങ്ങിക്കും. പിന്നെ ചേട്ടായി അവനെ പാമ്പർ ചെയ്ത് അവന് വേറെ എന്തൊക്കെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റിക്കറൊക്കെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് എടുത്തു കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേട്ടായിക്ക് ഇങ്ങനെ ചേട്ടായി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാവിക്കുട്ടൻ അതിനും വന്ന് നിന്ന് കരയുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഡാവിനെ ഒരു നോട്ടം നോക്കും കേട്ടോ. ഡാവി എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ കുഞ്ഞല്ലേ. അപ്പം മറ്റേ ആൾക്ക് സങ്കടമാണെന്ന് ഓർത്തിട്ട് ചേട്ടായി വേറെ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടായിക്ക് പിന്നെ എൻ്റെ കണക്കാണ്. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഭയങ്കര കാര്യമായിട്ട് നോക്കും കേട്ടോ ചേട്ടായി. അപ്പം ചേട്ടായി അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഡാവിക്കുട്ടൻ അവിടെ നിന്ന് അവന്മാർ അങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് മടക്കി വെച്ച തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂം ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് വെച്ച ബെഡ്ഷീറ്റ് ഇവിടെ വിരിച്ചിട്ടില്ല കേട്ടോ. കുട്ടന്മാരവിടെ കിടക്കുന്ന നേരം മാത്രമേ അങ്ങനെ വിരിക്കത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലക്കാനെടുത്തപ്പോൾ അതെല്ലാം കൂടി അലക്കിയതാണ്. ഇപ്പം ഈ സൈഡിലേക്കായിരുന്നു കട്ടിൽ കിടന്നേച്ചത്. പക്ഷേ അവിടുന്ന് എത്തി ഈ ടോയ്സ് വെച്ചേക്കുന്ന സെറ്റ് കണ്ടോ, അതിനകത്തൊന്നും പിന്നെ സ്റ്റഡി ടേബിളിലൊക്കെ നമ്മുടെ ഡാവിക്കുട്ടൻ വലിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ പൊക്കത്തേക്ക്. അപ്പോൾ അവിടുന്ന് ഇതെല്ലാം പൊട്ടി താഴെ വീഴാനും സ്റ്റഡി ടേബിളിലൊക്കെ ഇരുന്ന് ഒടിഞ്ഞു പോകാനുള്ള പണി കാരണം ഞാൻ ഇങ്ങോട്ട് നീക്കിയിടുകയാണ്. അപ്പോൾ അവനങ്ങനെ ചവിട്ടി കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കട്ടിൽ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അവിടുന്ന് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലീനാക്കി. ഇപ്പോൾ ഹോള് ക്ലീനായി. വാതിക്കടം ഓൾമോസ്റ്റ് തുണിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ വാഷിംഗ് മെഷീനിൽ നേരത്തെ അലക്കാനിട്ടത് ഒന്നും കൂടി ഞാൻ രണ്ടാമത്തെ ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴുക്കുണ്ടെന്നാണ് രണ്ടാമതൊന്നും കൂടി റൗണ്ട് അടിച്ച് അലക്കും കേട്ടോ. അപ്പോൾ അത് അലക്കി ഹാങ്കറും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. നേരത്തെ അവൻ്റെ മറ്റേ ബാഗ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി മാറ്റി വെയിലത്തോട്ട് വെച്ചിട്ട് തിരിച്ചകത്തോട്ട് കയറും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഞാനിന്ന് ക്ലീനിങ്ങിനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നടപടിയായില്ല. അപ്പോൾ അതേ അലക്കിയിട്ട കാര്യങ്ങൾ ചില നേരം ഹെവി ആയിട്ട് നിൽക്കുമ്പോൾ അലക്ക് വീഴില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നോക്കും. അപ്പോൾ പിന്നെ ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇറങ്ങുകയാണ്. അപ്പോൾ അവന്മാരെ പിന്നെയും വിളിച്ച് അകത്ത് കയറ്റുന്നതാണ്. നമുക്ക് ഈ പണിയുടെ ഇടയിൽ തന്നെ ഇവന്മാർ ഇറങ്ങിപ്പോകുന്നതാണ് വലിയ ടാസ്ക്. താഴെയായിരുന്നെങ്കിൽ ഇത്രയും പാടെ എനിക്ക് കുട്ടന്മാർ നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ല, കുട്ടന്മാർ വരുമ്പോൾ അവന്മാർക്ക് എന്തോരം ലിമിറ്റേഷൻസ് കിട്ടുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തുണി മടക്കി വെച്ചത് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ വാതിക്കടം അടച്ചിട്ട് കേട്ടോ. കാരണം ഒരു 20 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി മടുത്തു. എന്നിട്ട് അവന്മാരെ എൻഗേജ് ആക്കാൻ വേണ്ടി ഞാൻ മൈലാഞ്ചി ഡാഡിക്ക് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലയിൽ. ഇത് ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല, പക്ഷെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ നട്ട് വെച്ചിട്ട് വളർന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒടിച്ച് ഡാഡിക്ക് എടുത്ത് വെച്ചേച്ചാണ്. അപ്പോൾ അവന്മാരെ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് അത് പെറുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പുറത്തെ സ്റ്റഡി ടേബിൾ ഓൾമോസ്റ്റ് നീറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെയും നീറ്റാണ്. ബെഡ്ഷീറ്റൊക്കെ മാറാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കാണാത്തവർ പോയി കാണുക. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഒതുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് നമ്മുടെ സ്രാവ് നേരത്തെ വെച്ചിട്ടുണ്ടായില്ലേ, മീൻ വറുത്തു. പിന്നെ സ്രാവ് തോരൻ വെക്കാൻ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഡാവിക്കുട്ടൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഡാവിക്കുട്ടന് ക്ഷീണമാണേ. പിന്നെ അയാൾ എൻ്റെ ഒക്കത്തുനിന്ന് മാറില്ല. അപ്പോൾ സ്രാവ് തോരൻ വെക്കുന്നതാണ് കേട്ടോ ഞാൻ കാണുന്നത്. ജോക്കുട്ടൻ ചേട്ടായി അവിടെ നിൽപ്പുണ്ട്. ജോക്കുട്ടൻ ചേട്ടായിട്ട് അത് നിൽക്കത്തില്ല. കാരണം രണ്ടുപേരും വീട്ടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് പണി തരും. പുറത്തോട്ടിറങ്ങിയാൽ എനിക്കൊരു ശല്യമില്ല. പക്ഷെ നമ്മൾ പേടിച്ച് പുറത്ത് പോകണം കേട്ടോ. ഇവനെ നോക്കാൻ അപ്പം നോക്കി പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ സ്രാവ് തോരൻ വെക്കുന്നതാണ്. സ്രാവ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് വേണം നമ്മുടെ ചോക്കുട്ടൻ ചേട്ടായി ഡാവിക്കുട്ടൻ ഇടയ്ക്ക് കയറുവേ. ഡാവിക്കുട്ടൻ ഉറക്കം വന്നിട്ട് എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്തിട്ട് അവന്മാർക്ക് ചോറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് കിടത്താം. അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ ചോറ് കഴിക്കാതെ കിടക്കും കേട്ടോ. ഭയങ്കര കരച്ചിലായിട്ട് എൻ്റെ പുറകെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ മാർഗ്ഗമില്ല, എടുത്തുകൊണ്ട് വെച്ച് പണിയെടുക്കാനുള്ളൂ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ സമയത്ത് അവൻ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വെച്ച് നടക്കുന്നതിന് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. ഏത് നേരവും എൻ്റെ ഒക്കത്ത് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അവൻ ഒക്കത്ത് വെച്ച് തന്നെ അടുക്കളയിലെ പണികൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഡാവിക്കുട്ടിന് വെയിറ്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് ഡാവിക്കുട്ടിനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വേറെ മാർഗ്ഗമില്ലല്ലോ.
അപ്പോൾ അവനായിട്ട് നിന്ന് കറി അങ്ങ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡിൽ ക്യാമറ വെക്കാനുള്ള സാവകാശം അവൻ തരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു സൈഡിലായിട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഞങ്ങൾ നിന്ന് ചെയ്യുന്നത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല എന്ന് വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒലത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് അറിയാം. അല്ലാതെ എനിക്ക് ഒറ്റക്കൈ വെച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. മീൻ വറുത്ത് വെച്ചു. അപ്പോൾ ദേ സ്രാവ് തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ പിന്നെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളങ്ങ് ഇടഞ്ഞു. അയാളെ കൊണ്ടുവന്ന് കിടത്തി കരച്ചിലായിട്ട് ഇത് കണ്ടോ. കരയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് ഞാൻ പറയാണ് വീടിക്കകത്ത് ചിരിച്ച് ഒന്ന് സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷനാണ്. ഡാവിക്കുട്ടൻ ഈയിടെയായിട്ട് ഭയങ്കര എക്സ്പ്രഷൻ, എൻ്റെ ഒരു ഡിറ്റോ ആയിട്ടാണ് കേട്ടോ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയത്. ഇപ്പം നമ്മുടെ ഡാവിക്കുട്ടനാണ് കേട്ടോ സ്രാവ് തോരൻ. ചേട്ടായിക്ക് ഫിഷ് വറുത്തുണ്ട്. അപ്പം അതിനകത്ത് എരിവായതുകൊണ്ട് നമ്മൾ ഡാവിക്കുട്ടൻ കഴിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. ഡാഡി വന്നു. പിന്നെ എന്താ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് കൊടുത്തതിൻ്റെ ബാക്കി തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അത് അവൻ ഇച്ചിരിയേ കഴിച്ചുള്ളൂ. പിന്നെ ഡാഡി വന്നപ്പോൾ ദേ കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉറക്കാൻ കിടത്തിയ കുട്ടനാണ് ഇപ്പോൾ ദേ അവിടെ വന്ന് നിങ്ങൾ കാണുന്ന ജനാലയ്ക്ക് ഏത് നേരവും താഴത്തോട്ട് നോക്കി നിൽക്കലാണ്. അവന് കുഞ്ഞിനെ അറിയില്ലല്ലോ, പൂട്ടിയിടുന്ന അവസ്ഥയിലാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത് തന്നെ. അടുത്ത ഓൾമോസ്റ്റ് നേരത്തെ ഇട്ട തുണികളും കാര്യങ്ങളും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ദേ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. വെയിലത്ത് കിടന്ന തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തോട്ട് എടുത്തിട്ടു നമ്മുടെ ഡാവിക്കുട്ടനായിട്ട് കിടക്കാൻ കിടന്നു. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. അടുത്ത വീഡിയോ കാണാം.